ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നിർജർ എന്ന കവിതാ പാഠഭാഗം ആയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കതിൻ്റെ ആസ്വാദന ടിപ്പണി നോക്കാം. അതായത് അതിൻ്റെ സമ്മറി എഴുതാനാണ് നോക്കാം. നിങ്ങളെ 10ാം ക്ലാസ്സിലെ 4 മാർക്കിനായിരുന്നു ആശയം എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 6 മാർക്കാണ് ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് 4 പാരഗ്രാഫായിട്ട് വേണം എഴുതാൻ. ഒന്നാമത്തെ പാരഗ്രാഫിൽ കവി പരിചയം കൊടുക്കണം. രണ്ടാമത്തത് ആശയ്ക്ക് അഭിവ്യക്തി ഹോന പ്രകടമാക്കുക. ആശയ്ക്ക് അഭിവ്യക്തി എന്ന് വെച്ചാൽ ആശയത്തെ, കവിതയുടെ ആശയത്തെ പ്രകടമാക്കുക, അല്ലെ വ്യക്തമാക്കുക. നെക്സ്റ്റ് കവിതാക്ക് വിശേഷതായും കവിതയുടെ വിശേഷതകൾ എഴുതണം. 4ാമത്തെ പാരഗ്രാഫിലെ അപ്പനാ ദൃഷ്ടികോൺ, നമ്മുടെ വീക്ഷണം കൂടി ഉൾക്കൊള്ളിക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ സമ്മറി എഴുതേണ്ടത് കേട്ടോ. നമുക്ക് വായിക്കാം. രാംകുമാർ വർമ്മ ഹിന്ദി के प्रमुख कवि, നാടകക്കാർ, ഏകാംഗികാർ और ആലോചക് थे. രാംകുമാർ വർമ്മയുടെ ആയിരുന്നു നിർജർ. അദ്ദേഹം ഹിന്ദിയിലെ പ്രമുഖ കവിയും നാടകക്കാരും ഏകാംഗികാരും ആലോചക നിരൂപകനും ആയിരുന്നു. उनकी कविताओं में प्रकृति की मानवीकरण और गहरी ഭാവുകത മിൽത്തി ഹെ. അദ്ദേഹത്തിൻ്റെ കവിതകളിലെ പ്രകൃതിയുടെ മാനവീകരൺ और ഗഹര ആഴമുള്ള ഭാവനയും ഉണ്ടായിരുന്നു. നിർജർ ഏക് ഭാവനാപൂർണ്ണ കവിത ഹെ. നിർജർ ഒരു ഭാവന ഉൾക്കൊള്ളിക്കുന്ന കവിതയാണ് എന്ന് ആദ്യത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷനായി കൊടുക്കുക കേട്ടോ. അടുത്ത സെക്കൻഡ് പാരഗ്രാഫ് നോക്കിയേ. ഇസ് കവിത മേ കവി നിർജർ കോ ഏക് വിരഹി പ്രേമിക്കെ രൂപമേ ദിഖായ ഹെ. ഈ കവിതയിൽ കവി നിർജറിനെ, വെള്ളച്ചാട്ടത്തിനെ, ഒരു വിരഹിയായ പ്രേമിയുടെ രൂപത്തിലാണ് ദിഖായ കാട്ടിത്തരികയും ചെയ്തത്. വിരഹിയായ പ്രേമിയുടെ രൂപത്തിലാണ് കാട്ടിത്തന്നത്. നിർജർ അപ്പനി പ്രേമി കോ സുനാനെ കെ ലിയെ സുമധുർ സ്വർ സെ ബഹ്തെ ഹൈ. നിർജർ അതിൻ്റെ സ്നേഹിതനെ കേൾപ്പിക്കുവാൻ വേണ്ടി സുന്ദരമായ സ്വരത്തിൽ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നു. കളകള ശബ്ദത്തിലത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നു, തൻ്റെ സ്നേഹിതനെ കേൾപ്പിക്കുവാൻ വേണ്ടി. വഹ അപ്ന ഊഞ്ച സ്ഥാൻ ത്യാഗ് കർ അധപതന്മേം ഗിർത്താ ഹെ. നിർജറെ ഉയരങ്ങളിൽ നിന്ന് താഴേക്കാണ് വീഴുന്നത് അല്ലേ. അതിൻ്റെ ഉന്നതമായ സ്ഥലത്തെ ത്യാഗിന ഉപേക്ഷിച്ചിട്ട് അധപതൻ താഴ്ചയിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഗിർന വീഴുക. ബഹത്തെ സമയ ഒഴുകുന്ന സമയത്ത് പത്രം സെ ടക്രായ ഹെ ഫിർ ഫി രുക്ന നഹി ഹെ. നിർജർ ഇങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ ചെറിയ ചെറിയ പത്രകൾ, പാറകഷ്ണങ്ങൾ എന്ത് ചെയ്യുന്നു, അതിനെ ടക്രായ കൂട്ടിമുട്ടുന്നു. എന്നിട്ടും രുക്ന നഹി ഹെ, നിൽക്കാതെ മുന്നോട്ട് തന്നെ പോകുന്നു. നമുക്കറിയാം, ഒഴുകി വരുന്ന ആ പാതയിലെ ചെറിയ ചെറിയ പാറകഷ്ണങ്ങൾ തടസ്സമുണ്ടാക്കുന്നു. എന്നിട്ടും അത് മുന്നോട്ട് തന്നെ ഒഴുകിപ്പോകുന്നു. ഇസെ നിർജൻ വൻമേ അപ്പനെ പ്രേമിക്കോ കോജിത്തെ ഹേ. ഈ വിജനമായ വനാന്തരത്തിൽ അത് അതിൻ്റെ സ്നേഹിതനെ ഖോജിന തേടിക്കൊണ്ട് ഇരിക്കുന്നു. കവി നിർജർ സെ പൂച്ചത്തെ ഹേ കി. കവി നിർജറിനോട് ചോദിക്കുന്നു, കോൻ തുമാര പദ് ബദലാത്ത ഹേ. ആരാണ് നിനക്ക് പദനശ വഴി പറഞ്ഞു തരികയും ചെയ്യുന്നത്. സബ് തരുഗൺ മൗന കടഹേ. വനാന്തരത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെ കൂട്ടങ്ങളല്ലേ, അതേ മൗനമായി നിൽക്കുകയും ചെയ്യുന്നു. തും പ്രേമിക്ക് ലിയെ ഇത്തന തകലീഫ് ക്യോം സഹിത്തെ ഹേ. നീ സ്നേഹിതന് വേണ്ടി ഇത്രയും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്തിന് സഹിക്കുന്നു എന്ന്. കവിതാക്ക് ആശയഹായ്ക്ക്. കവിതയുടെ ആശയം ഇതാണ്. സച്ചേ പ്രേമമേം, യഥാർത്ഥമായ സ്നേഹത്തിൽ ത്യാഗം, സമർപ്പൺ ഭാവന, അടുത്ത നോക്കി ദൃഢനിശ്ചയെ, കഫി നഹീം ഹാർനെ കാ ഭാവേ, ഒരിക്കലും പരാജയപ്പെടാത്ത ഭാവം എന്നിവ ഉണ്ടാകുന്നു. ജീവൻ മേ ലക്ഷ്യ പാനയ്ക്ക് ലിയെ ആകെ ബെറ്റ്നാ ചാഹിയെ. ജീവിതത്തിൽ ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടി മുന്നോട്ട് പോവുക തന്നെ വേണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം നേടിയെടുക്കാൻ നമ്മൾ മുന്നോട്ട് തന്നെ പോവുക, നിൽക്കാത്തത് കേട്ടോ. അങ്ങനെ വേണം. അത് ആ ഒരു സന്ദേശമാണ് കവി അതിലൂടെ നമുക്ക് തന്നത്. അടുത്തത് കവിതയുടെ വിശേഷതയാണ്. നെക്സ്റ്റ് പാരഗ്രാഫിലെ നിർജൻ വൻ കെ നിർമ്മൽ നിർജറെ പ്രയോഗ അച്ഛാ ലിഖ്താ ഹേ. നിർജ്ജനമായ വിജനമായ വനാന്തരത്തിലെ പരിശുദ്ധമായ നിർജറെ എന്നുള്ള പ്രയോഗം അച്ഛയാണ്, കൊള്ളാം എന്ന്.
സുന്ദരമായ അലങ്കാരവും കാ പ്രയോഗേ, സുന്ദരമായ അലങ്കാരങ്ങളുടെ പ്രയോഗം. പിന്നെ സഹജ് और सरल ഭാഷാ ശൈലി കവിത की विशेषता है. സഹജ് പൊതുവായിട്ടുള്ളതും സരൾ ലളിതമായ ഭാഷാ ശൈലി കവിതയുടെ വിശേഷതയും ആകുന്നു. നെക്സ്റ്റ് പാരഗ്രാഫിലെ നമ്മുടെ വീക്ഷണമാണ്. യഹ് കവിത മുझे अच्छा लगता है. ഈ കവിത എനിക്ക് നല്ലതായി തോന്നി. अज्ञात प्रेमी के पद रज कण धोने के लिए जाते समय लघु पत्थरों को ठोकर करते गति खोते लेकिन निर्चर रुकना नहीं आगे बढ़ते हैं. ഓക്കെ, അജ്ഞാതനായ പ്രേമിയുടെ പദരജ് കണ് കാലിലെ രജനശ പൊടിയുടെ കണങ്ങളെ ധോന കഴുകുവാൻ വേണ്ടി പോകുന്ന സമയത്ത് ചെറിയ ചെറിയ പത്തറുകളിൽ ടോക്കർ കന്ന കൂട്ടിയിടിക്കുകയും അതിൻ്റെ ഒരു ഗതി ഖോന നഷ്ടപ്പെടുകയും ചെയ്യുന്നു നിർച്ചറിനെ. ലേക്കിൻ എന്നാലും നിർച്ചർ റുക്ന നഹീം നിൽക്കാതെ ആകെ ബഹുത്തേഹെ മുന്നോട്ട് ഒഴുകുന്നു. പോകുന്ന വഴിയിലെ പാറകഷ്ണങ്ങൾ അതിൻ്റെ ഗതിയെ എന്തുണ്ടാക്കുന്നു? നഷ്ടപ്പെടുന്നു, ഖോന നഷ്ടപ്പെടുന്നു. എങ്കിലും അത് നിൽക്കാതെ മുന്നോട്ട് തന്നെ ഒഴുകിപ്പോവുകയും ചെയ്യുന്നു. കവിനെ പ്രകൃതി കോ സുന്ദർ രൂപസേ ദിഖായ ഹേ. കവി പ്രകൃതിയെ സുന്ദരമായ രൂപത്തിലാണ് കാട്ടിത്തരികയും ചെയ്തത്. ഇത്രയും എഴുതി വേണം അപ്രിസിയേഷൻ നിർത്താൻ കേട്ടോ. 4 പാരഗ്രാഫും എഴുതുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ആക്ടിവിറ്റീസ് ഉണ്ട്, അതുമായി കാണാം. ഓക്കെ എന്നാൽ